കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനമായി. കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രിയുടേതാണ് നടപടി. ബജറ്റ് സമ്മേളനം ക്രിയാത്മകമാക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ ഈ നീക്കം വരുന്നത്. ആർ രാധാകൃഷ്ണൻ തന്നെയാണ് ചേരുന്നത്. അപ്പോൾ എംപിമാരുടെ സസ്പെൻഷൻ അത് പിൻവലിക്കുമോ ഉടൻ തന്നെ? സ്മിത, തീർച്ചയായിട്ടും പുതിയ പ്രത്യേകിച്ച് ബഡ്ജറ്റ് സമ്മേളനമാണ് തുടങ്ങുന്നത്. ബഡ്ജറ്റ് സമ്മേളനം സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഏത് നീക്കങ്ങളും അത് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യങ്ങളെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എംപിമാരുടെ സസ്പെൻഷൻ നടപടികളുമായി ബന്ധപ്പെട്ട തുടർ വിഷയങ്ങളെല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ക്രിയാത്മകമായിട്ടുള്ള ഒരു സമ്മേളനം ഉറപ്പാക്കുക എന്നതാണ് ഈ നീക്കം വഴി തങ്ങളുടെ ലക്ഷ്യമെന്ന് BJP-യും ഒപ്പം കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുന്നുണ്ട്. 1-ാം തീയതിയാണ് ബഡ്ജറ്റ് അവതരണം നടക്കുന്നത്. 31-ാം തീയതി പാർലമെന്റ് സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്ന അടക്കമുള്ള നടപടികളും ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ടതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ അത് 1-ാം തീയതി ആയിരിക്കും ഉണ്ടാകുന്നത്. കേന്ദ്ര ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി എംപിമാരുടെ സസ്പെൻഷൻ അത് പിൻവലിക്കാനുള്ള തീരുമാനം ആയിരിക്കുന്നു. രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്.